മനുഷ്യങ്ങളെ ആയത് പ്രകാരത്തിങ്കൽ എൻ്റെ അറിവ് വീട്ടിൽ പൈതങ്ങളാധാരമായി എന്റെ പുറത്തുള്ളത്തോട് മുമ്പേതുമായിട്ട് എന്റെ കാലമുള്ള കല്യാണവും മേലേരിയും തിരുമുടിയും വാങ്ങിത്തെളിഞ്ഞു കയ്യേറ്റും അതിനാധാരം എന്റെ മാനാരുടെ ഭഗവതീനെ കൽപ്പിച്ചു. വടക്കുകൊള്ള തിരിഞ്ഞു ഞാനും തിരുമുടി കയ്യേറ്റു പടിഞ്ഞാറുകൊള്ള തിരിഞ്ഞു തിരുമുഖത്തോട് തിരുമുഖം കണ്ടു. ദേവകാര്യം പറഞ്ഞുവല്ലോ അല്ലേ മനുഷ്യങ്ങളെ 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 ആയത് പ്രകാരത്തിങ്കലെന്ന് ഞാൻ തീ കുഴിച്ചാനാധാരമായി നിലനിൽക്കുന്ന കാലത്തെന്റെ വയനാരുമംഗലത്ത് ഭഗവതി എന്നെ കൈമാടി വിളിച്ചു. അന്നെന്റെ വയനാരുമംഗലത്ത് ഭഗവതി കൽപ്പിച്ചിരിക്കുന്ന അനുഭവം പ്രകാരത്തിങ്കൽ എന്റെ കരുവള്ളൂരത്തെക്കും പ്രകാരത്തൂറും തീരമായിട്ട് എന്റെ കാലമുള്ള കല്യാണവും മേലേരിയും തിരുമുടിയും വാങ്ങിത്തെളിഞ്ഞായത് പ്രകാരത്തിങ്കൽ സ്ഥാനമെന്നും കൽപ്പിച്ചു 17 നാട്ടിൽ 18 സ്ഥാനം കൽപ്പിച്ചിട്ടുണ്ടല്ലോ. അല്ല മനുഷ്യങ്ങളെ മനുഷ്യങ്ങളെ ഊരാളാത് പ്രകാരത്തിങ്കൽ ഇന്നത്തെ ദിവസം ഭേദമായി നിങ്ങൾ എന്റെ കല്യാണം കൊണ്ട് കൂട്ടി എന്റെ കഞ്ഞിയും മേലേരിയും തിരുമുടിയും ഞാൻ കയ്യേറ്റു. നിങ്ങൾക്ക് ഞാൻ ഒത്തും ചേർന്നും നിലനിന്നിരിക്കുന്ന അനുഭവത്തിങ്കൽ ഇത് കണ്ടോ ഞാൻ സന്തോഷവതിയായി തീർന്നു. നിങ്ങൾക്കുള്ള ഭാഗ്യത്തെ ചൊല്ലിക്കട്ടോ മനുഷ്യങ്ങളെ മനുഷ്യങ്ങളെ ഊരാളാ 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 ഊരാളന്മാരെ കമ്പടിമാരെ 6 വീട്ടിൽ പൈതങ്ങളെ ഞാൻ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് വേണ്ടുന്ന ഭാഗ്യത്തെ ചൊല്ലിക്കട്ടാലേ മനുഷ്യങ്ങളെ. ഇന്നലെ കൽപ്പിച്ച പ്രകാരം കുഴിച്ചാലാധാരമായി നൽകുന്നു എന്റെ വയനാരുമംഗലത്ത് ഭഗവതി എന്നെ കൈമാടി വിളിച്ചു. ആയതിന്റെ ശേഷം എന്റെ കല്യാണം തുടങ്ങിക്കേണമെന്നുള്ള ഒരവസ്ഥ കൽപ്പിച്ചു. താങ്കളും നിങ്ങളെ 3 മനുഷ്യങ്ങൾക്കും നിങ്ങളെ സന്തതിക്കും തറവാട്ടിലും അവിടെയും അറിയോ ആയത് പ്രകാരത്തിങ്കൽ തൃക്കരിപ്പൂർ ദേവരും തിരുവമ്പാടി ശാസ്താവിനെ കൈതൊഴുതു. അന്നെന്റെ തൃക്കരിപ്പൂര് പടിഞ്ഞാറ്റെ ആധാരമായിട്ട് വടക്കു കൊള്ള തിരിഞ്ഞുകൊണ്ട് ഞാൻ തിരുമുടി കയ്യേറ്റു പടിഞ്ഞാറ് കൊള്ള തിരിഞ്ഞു തിരുമുഖത്തോട് തിരുമുഖം കണ്ടു. ആയത് പ്രകാരത്തിങ്കൽ എന്റെ 9 ഇല്ലം 16 ഘടകത്തിനും എന്റെ ഊരാളന്മാർക്കും എന്റെ മനുഷ്യങ്ങൾക്കും അവരെ സന്തതിക്കും തറവാട്ടിലും അവിടെയും അറിയോ യേശുപ്പുഴയാല നീരാടി വരും തണ്ണിയൂരപ്പന കൈതൊഴുതും എന്റെ കോറമംഗലം പടിഞ്ഞാറ്റെ ആധാരമായി കൈയെടുത്തു. അടുക്ക 3 ദിവസത്തെ കാലമുള്ള കല്യാണവും കടൽക്കഞ്ഞിയും മേലേരിയും തിരുമുടിയും വാങ്ങിത്തെളിഞ്ഞു. അതിന്റെ ആധാരമായി 9 ഇല്ലം 14 ഘടകത്തിനും എന്റെ ഊരാളന്മാർക്കും അവരെ കുഞ്ഞുങ്ങൾക്കും കിടാങ്ങൾക്കും അവിടെയും അറിയോ അതിലും വിശേഷിച്ച് അതിന്റെ ആധാരമായി എന്റെ 9 ഇല്ലം 14 ഘടകത്തിനും തറയിലെ കമ്പടിക്കും
ഊരാളന്മാർക്കും കുഞ്ഞുങ്ങൾക്കും കിടാങ്ങൾക്കും അവിടെയും അറിയോ അതിലും വിശേഷിച്ച് അങ്ങാടി കറവാൽ നീരാടിയ മാതാവിനെ കൈതൊഴുന്നു. എന്റെ കവടിശേരിപ്പടിഞ്ഞാറ്റെ ആധാരമായി ഞാൻ നിലനിന്നു. നിങ്ങളെ അതിനാധാരമായിക്കൊണ്ട് 9-50 എന്റെ ഊരാളന്മാരും നിങ്ങളും നിങ്ങളെ കുഞ്ഞുങ്ങളും കിടാങ്ങളും അവരെ സന്തതിക്കും തറവാട്ടിലും അവിടെയും അറിയോ കുളിച്ചു കഴിയുള്ളൂ. എന്റെ വളമെടുത്ത് ഒഴിഞ്ഞാറ്റെ ആധാരമായി 9-50 തറയിലേഖം പഠിക്കും. രോഗരുതെന്ന കാലിപീഠങ്ങൾക്കും നിങ്ങളെ കുഞ്ഞുങ്ങളും കിടാങ്ങൾക്കും അവിടെയും അറിയോ ഭഗവതി മാതാവിനെ കൈതൊഴു. എന്റെ നമ്പറത്തെ പടിഞ്ഞാറുമായി നിരന്നു. അതിന്റെ ആധാരം തറയിലേഖം പിടിമാറും. നിങ്ങളും നിങ്ങളെ കുഞ്ഞുങ്ങളും കിടാങ്ങളും അവരെ സന്തതിക്കും തറവാട്ടിലും അവിടെയും അറിയോ അതിലും നാട്ടിൽ 18 സ്ഥാനമെന്നും കൽപ്പിച്ചു. അങ്ങനെ എന്റെ 18 സ്ഥാനം ആധാരമായും അവിടെയെല്ലാം തറയിലേഖം പടിമാർക്കും അവരെ കുഞ്ഞുങ്ങൾക്കും കിടാങ്ങൾക്കും 9-14 നിങ്ങളും നിങ്ങളെ കുഞ്ഞുങ്ങൾക്കും കിടാങ്ങൾക്കും അവിടെയും അറിയോ അതിലും വിശേഷിച്ച് തൃപ്പാണിക്കരപ്പനും വീരജാമുണ്ണിയമ്മേനെ കൈതൊഴു. എന്റെ 6 വീട്ടിൽ പൈതങ്ങളെ വെള്ളോലമേ കൂടെ ആധാരമായിക്കൊണ്ട് എന്റെ പുറത്തൊരുപത്ത് പുതിയ ആധാരമായി ഞാൻ ശേഷിപ്പെട്ടു. അതിനാധാരം തറയിലേഖം പടിമാറും. എന്റെ 6 വീട്ടിൽ പൈതങ്ങളും അവരെ കുഞ്ഞുങ്ങളും കിടാങ്ങൾക്കും മേലാക്കത്തിലും മെൽഫലത്തിലും നെല്ലും പൊന്നും പണ്ടാര കാര്യത്തിലും അവിടെയും അറിയോ അതിലും വിശേഷിച്ച് എന്റെ പുറത്തൊരുവത്തകത്തോടും ഭേദമായിട്ടും ധനുരണ്ടെന്നിരിക്കുന്ന മുഹൂർത്തത്തിന് വരച്ചു വെച്ചു. എന്റെ ധനുവേടെന്നിരിക്കുന്ന മുഹൂർത്തത്തിന് കുഞ്ഞിടത്തിലെ തീർച്ചയായും നിങ്ങൾ ഓരോ മനുഷ്യങ്ങൾക്കും എന്ന് നിങ്ങളെ മാറ്റിയെടുത്തു പോകുന്ന മനുഷ്യങ്ങൾക്കും 9-50 എന്റെ ഊരാളന്മാർക്കും അവിടെയും അറിയോ അതിലും വിശേഷിച്ച് എന്റെ കളയാധാരമായി എന്റെ കഞ്ഞിയും കൊണ്ട് കൂട്ടിപ്പോയ എന്റെ ഊരാളന്മാർക്കും മൊത്തം ചേർന്നും നിലയുന്നതും പരമാർത്ഥമെന്നും വരികൾ അവരെ സന്തതിക്കും തറവാട്ടിനും മേലാക്കത്തിനും മേൽഫലത്തിനും നെല്ലും പൊന്നും പണ്ടാര കാര്യത്തിലും അവിടെയും അറിയോ അതിലും വിശേഷിച്ച് എന്റെ ജനമാമ്പട്ടവും തിരുവായി തുടക്കുന്ന എന്റെ മനുഷ്യങ്ങൾക്കും നിങ്ങൾ 3 മനുഷ്യങ്ങൾക്കും അവരെ സന്തതിക്കും തറവാട്ടിലും മേലാക്കത്തിനും നിർഫലത്തിനും നെല്ലും പൊന്നും പണ്ടാര കാര്യത്തിനും അവിടെയും അറിയോ ആയത് പ്രകാരത്തിങ്കൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടുന്നിരിക്കുന്ന ഭാഗ്യത്തെ ചൊല്ലിക്കെട്ടി അനവധി കാലം കൂടി എന്നെ കൂടി നിർമ്മിച്ചിരിക്കുന്ന മുക്തമാണല്ലോ അല്ലേ മനുഷ്യങ്ങളെ ത്രേതായുഗത്തിങ്കൽ ശിലാരൂപിയായിരിക്കുന്ന ആഹല്യെ
രാമപാദസ്പർശം കൊണ്ട് പുനരുജ്ജീവിപ്പിച്ചു പോന്ന പ്രകാരത്തിങ്കിൽ സത്യസന്ധരായിരിക്കുന്ന നിങ്ങളെ പാദം രാമപാദം പോലെ എന്റെ ചുവട്ടിൽ ചവിട്ടിയപ്പോൾ ഞാൻ അഹല്യെ പോലെ നിങ്ങളെ മുൻപിൽ വന്ന് വീടുകളെയാടി. അല്ല മനുഷ്യങ്ങളെ ഇനി ഞാൻ ആയത് പ്രകാരത്തിങ്കൽ പൂർവസ്ഥിതിയിലെ പോലെ ശിലാരൂപിയായിക്കൊണ്ട് എന്റെ അകത്തൂടും ഭേദമായി എന്റെ 6 വീട്ടിൽ പൈതങ്ങളെ കുഞ്ഞുങ്ങൾക്കും കിടാങ്ങൾക്കും ഗുണത്തെ വലിച്ച് ഞാൻ അകത്തോട് വിരിയാൻ തക്കവണ്ണാത്വം കൊടുക്കാതെ മനുഷ്യങ്ങളെ വിപുലമായി തരുവാൻ തക്കവണ്ണം അന്നഭൂമി ശരിയായിക്കുന്ന ഞാൻ